ധനപ്രതിസന്ധിയും വികസന മുന്നേറ്റവും ഒരു ഡെമോക്രസിയും. എന്താണ് ഡെമോക്രസി? നിങ്ങൾ ഇദ്ദേഹത്തെ അറിയുമായിരിക്കും, ഏബ്രഹാം ലിങ്കൺ. ഏബ്രഹാം ലിങ്കന്റെ ഈ ചരിത്രം എഴുതിയ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വില്യം കെ ക്ലിങ്മാൻ ആണ്. അപ്പോൾ എന്തിനാണ് ഞാനിപ്പോ ഏബ്രഹാം ലിങ്കനെ കാണിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്? അദ്ദേഹം ഡെമോക്രസിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് ആ ഡെഫിനിഷൻ? ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഗവൺമെന്റ്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ്, അതായത് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നയിക്കുന്ന ഗവൺമെന്റ്. അത്തരം ഒരു ഗവൺമെന്റിനാണ് ജനാധിപത്യ ഗവൺമെന്റ് അഥവാ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തില്, അതായത് 1947 നാം ഇൻഡിപെൻഡന്റ് ആയ നാള് മുതൽ ഡെമോക്രസിയാണ് നമ്മുടെ ഭരണരീതി, ഇന്ത്യയുടെ ഭരണരീതി. ആദ്യം അത് മിക്സഡ് ഇക്കോണമിയുമായിട്ട് ലിങ്ക് ചെയ്ത ഡെമോക്രസി ആയിരുന്നു. 1991 മുതൽ ആ മിക്സഡ് ഇക്കോണമി എന്ന ലിങ്കേജ് പോലും മാറ്റി ഒരു പ്യുവർ ഡെമോക്രസി ആയി മാറുകയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഈ ഡെമോക്രസിക്ക് അടിവരയിടുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെയുള്ള ഒരു ഡെമോക്രസിയിലാണ് ധനപ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ധനപ്രതിസന്ധിയുടെ വിവിധ മുഖങ്ങൾ നാം ഒന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ധനപ്രതിസന്ധി ഒരു ഡെമോക്രസിയിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉരുത്തിരിയുന്നു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ, അതിന്റെ രൂപാന്തരങ്ങൾ എന്തൊക്കെ എന്നൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്വാമി വിവേകാനന്ദൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് നാം കാണുന്ന എല്ലാ തിന്മകളുടെയും കഷ്ടപ്പാടുകളുടെയും മാതാവ് അറിവില്ലായ്മയാണ്. അപ്പൊ ആരുടെ അറിവില്ലായ്മയായിരിക്കും ഡെമോക്രസിയില് ഇങ്ങനെ വലിയ ധനപ്രതിസന്ധിയും വികസന മുന്നേറ്റത്തില് മുരടിപ്പും ഒക്കെ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എബ്രഹാം ലിങ്കൺ പറഞ്ഞ ആ ഗവൺമെന്റ് ആരുടെ ഗവൺമെന്റാണ്? ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. ആ ഗവൺമെന്റിന്റെ പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ആരുടെ അജ്ഞതയാണ് അങ്ങനെ മോശമായ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും വോട്ടേഴ്സിന്റെ അജ്ഞതയാണ്. അപ്പോൾ വോട്ടേഴ്സ് അജ്ഞരാണ് എങ്കിൽ, അതായത് ഈ വോട്ട് നൽകി ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യാൻ നിൽക്കുന്നവർ അജ്ഞരാണെങ്കിൽ, അജ്ഞതയുടെ ഫലമായി, അതായത് അവരെ പറഞ്ഞു പറ്റിച്ച് വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു പറുദീസ തന്നെ ഞങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞ് ഭരണത്തിലേറുന്നവർ ഉണ്ടാകും. പക്ഷേ അവര് ചെയ്ത പ്രോമിസസ് ഒക്കെ മറക്കുമെന്ന് മാത്രമല്ല, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായി ഭരണരംഗത്ത് മാറുകയും ഭരണകൂടം തന്നെ അങ്ങനെ ആവുകയും ചെയ്യും. അപ്പൊ ആ ഒരവസ്ഥ വന്നാലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തിന്മകളുടെയും കഷ്ടപ്പാടുകളുടെയും മാതാവ് അറിവില്ലായ്മയാണ് എന്ന് സ്വാമി വിവേകാനന്ദനെ കൊണ്ട് പറയിക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ എന്താണ് കേരളത്തിന് സംഭവിച്ചത്? കേരളത്തിലെ ധനപ്രതിസന്ധി, അതായത് കേരളത്തിന്റെ ഡെമോക്രസി എല്ലാവരെയും സമന്മാരായി കാണുകയും എല്ലാവർക്കും സന്തോഷം അതായത് വികസനം പ്രദാനം ചെയ്യുകയും ചെയ്യേണ്ടവരാണ്. ആ വികസന വഴിയിലാണ് ധനപ്രതിസന്ധി വലിയ ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. അത് എന്തുകൊണ്ട് വന്നു? അവിടെയാണ് നമ്മുടെ വിവേകാനന്ദന്റെ സ്വാമികളുടെ വാക്കുകൾ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അർഹതയില്ലാത്തവരെ നാം വോട്ട് നൽകി ജയിപ്പിച്ചു, ഭരണരഥത്തിലേറ്റി. അവർ ഭരണരഥം ഓടിക്കുമ്പോൾ അവരുടെ സുഖ സൗകര്യങ്ങളിലേക്കും താല്പര്യങ്ങളിലേക്കുമായിരിക്കും ആ രഥം ഓടുന്നത്. അങ്ങനെ രഥം ഓടുമ്പോൾ ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നു. ജനങ്ങൾ, അതായത് നഷ്ടങ്ങൾ മാത്രം വഹിക്കേണ്ടവരായി മാറുന്നു. അതാണ് അവരുടെ അറിവില്ലായ്മയുടെ പ്രതിഫലമായിട്ട് അവർക്ക് കിട്ടുന്നത്. അറിവില്ലായ്മ കൊണ്ട്, വ്യക്തികളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട്, പ്രത്യയശാസ്ത്രങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരക്കാരെ ഭരണത്തിലേറ്റാൻ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ഭരണത്തിൽ എത്തിയവരാണ്
ഈ തരത്തിൽ വികസന വഴിയെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് നമുക്ക് തോന്നുന്നത്. എന്താണ് ഇപ്പോൾ ഇവിടെ ഈ ധനപ്രതിസന്ധി എന്ന് പറയുന്നത്? അതായത് കേരളത്തിന്റെ ധനപ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഈ മാർച്ച് മാസത്തിലെ അവസ്ഥ എടുക്കുക. മാർച്ച് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വർഷത്തിന്റെ അവസാനത്തെ മാസമാണ്. ഏപ്രിൽ തൊട്ട് മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു ധനവർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അപ്പം ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചില് എത്ര കോടി വേണ്ടി വരുമെന്നാണ് പറയുന്നത്? 27,000 കോടിയെങ്കിലും ഖജനാവിൽ ഉണ്ടായിരിക്കണം എന്നാണ് കണക്കുകൂട്ടി പറയുന്നത്, ഗവൺമെന്റ് പുറത്തുവിടുന്ന കണക്കുകൾ. പക്ഷെ ആ 27,000 കോടിയിൽ എത്ര കുറവുണ്ടെന്നാണ് പറയുന്നത്? കുറഞ്ഞ പക്ഷം 7,000 കോടിയെങ്കിലും കുറവുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 7,000 കോടിയുടെ കുറവ് കടമെടുത്തു പരിഹരിക്കാം എന്നാണ് ഗവൺമെന്റ് ധരിച്ചിരുന്നത്. പക്ഷേ കടുംവെട്ടു പോലെ കിഫ്ബി വഴിയും KSSPL, അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലിമിറ്റഡ് വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും ഒക്കെ എടുത്ത കടം ബജറ്റിനകത്തെ കടമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കുകയും അതനുസരിച്ച് എടുക്കാവുന്ന കടം ഗവൺമെന്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് ഈ 7,000 കോടിയുടെ ഒരു കുറവ് അനുഭവപ്പെടും എന്ന് ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ കുറവ് അനുഭവപ്പെടും എന്ന് പറയുന്നത് മാത്രമല്ല, അതുവഴി ഡിസംബറിലും അതിനു മുൻപും ഒക്കെ ആയിട്ട് പദ്ധതി ചെലവുകൾ വെട്ടിച്ചുരുക്കി. ഇപ്പൊ പദ്ധതി ചെലവുകൾ എവിടം വരെ എത്തിയിരിക്കുന്നു? അതായത് കഴിഞ്ഞ ബജറ്റിൽ 2025-26 ബജറ്റിൽ ഓരോ വിഭാഗത്തിനും വേണ്ടി പദ്ധതി ചെലവായി അലോട്ട് ചെയ്തിരുന്ന, ബജറ്റിൽ പ്രതിപാദിച്ചിരുന്ന എമൗണ്ടിന്റെ 50% കണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 50% കണ്ട് വെട്ടിച്ചുരുക്കി എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നു ഈ മാറ്റിയെടുത്ത ഭാഗം വകമാറ്റി ചെലവഴിക്കുന്നു എന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയിരിക്കുന്നത്. എവിടെയൊക്കെയാണ് വകമാറ്റി ചെലവഴിക്കുന്നത്? വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പക്ഷം ഓരോ വോട്ടേഴ്സിനും, അതായത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം എവിടേക്കൊക്കെ ആയിരിക്കാം ഈ ഫണ്ട് പോയിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആദ്യം തന്നെ കേരളീയം എന്നൊരു മാമാങ്കം നടത്തി. അത് ബഹുകോടികൾ ചെലവഴിച്ചാണ് അങ്ങനെ ഒന്ന് നടത്തിയത്. അപ്പൊ ഈ ബഹുകോടികൾ ചെലവഴിച്ച്, അതായത് കേരളത്തെ അന്താരാഷ്ട്ര വേദിയിലെ ഉയർത്തി കാണിക്കുക, അതിനു വേണ്ടിയാണ് ഈ കേരളീയം എന്ന മാമാങ്കം നടത്തിയത്. അത് വലിയ ഉത്സവ പ്രതീതിയിലാണ് അത് നടത്തിയത്. അപ്പൊ അങ്ങനെ കേരളത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക ലോകത്തിന് മുൻപിൽ, അങ്ങനെ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തെ വളർത്തുക, അതായിരുന്നു ലക്ഷ്യമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന്റെ പുറകിലും ചില അപകടകരമായ സമസ്യകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം, നാം മറക്കരുത്. ഉദാഹരണത്തിന് ആ പ്രാവശ്യം തന്നെയാണ് കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ മേധാവിക്കാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തതിന് അവാർഡ് വരെ കൊടുത്തു എന്ന് ഓർക്കണം. അപ്പോൾ സ്പോൺസർഷിപ്പ് എന്തിനാണ്? സ്പോൺസർഷിപ്പ് കേരളീയം നടത്തുന്നതിന് ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് പണം എടുത്ത് ചെലവഴിച്ചു. അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് സ്പോൺസർഷിപ്പ്. എന്തിനാണ് സ്പോൺസർഷിപ്പ് എന്ന് ഗവൺമെന്റ് പറയുന്നില്ല. ഈ സ്പോൺസർഷിപ്പ് വഴി എത്ര കോടികൾ ലഭിച്ചു എന്നും പറയുന്നില്ല. വലിയ പല നിലകളിലാണ് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തത് കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ ഹെഡ് ആണെന്ന് ഓർക്കണം. അദ്ദേഹത്തിനാണ് അതിനുവേണ്ടി അവാർഡ് കൊടുത്തത്. അപ്പൊ ഈ കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കത്തക്ക രീതിയിൽ അദ്ദേഹം സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മണക്കേണ്ട ഒരു വലിയ അപകടമുണ്ട്. എന്താണ് ആ അപകടം? അതായത് അദ്ദേഹത്തിന് സ്പോൺസർഷിപ്പ് പ്രദാനം ചെയ്യുന്നവരൊക്കെ നികുതി കൊടുക്കേണ്ട കോർപ്പറേറ്റുകളോ വ്യാപാരി വ്യവസായികളോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവര് വലിയ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ക്യുഡ് പ്രോക്കോ കേട്ടിട്ടില്ലേ? അങ്ങോട്ട് പുറംചൊറിഞ്ഞാൽ ഇങ്ങോട്ടും പുറംചൊറിയുക, അല്ലെങ്കിൽ അങ്ങോട്ടൊരു സഹായം ചെയ്താൽ ഇങ്ങോട്ടും ഒരു സഹായം ചെയ്യുക, തിരിച്ച്. ആ ഒരു മര്യാദ എല്ലായിടത്തും കാണുമല്ലോ. ആ മര്യാദ ഇവിടെയും കാണും. ഇപ്പൊ എന്താ സംഭവിക്കുക? ഒരു നികുതിദായകൻ 1 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് എടുത്തെങ്കിൽ
അവന്റെ അടുത്ത് ചെന്ന് നീ 1,10,00,000 രൂപ നികുതി അടയ്ക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ കണ്ണുരുട്ടും. ഞാനല്ലേ 1,00,00,000 പോക്കറ്റിലേക്ക് വെച്ച് തന്നത്, പിന്നെ എന്നോട് എന്തിനാണ് ഇപ്പൊ ഈ നികുതി വന്ന് ചോദിക്കുന്നത്, കണ്ണടയ്ക്കൂ എന്ന് പറയും. കണ്ണടയ്ക്കില്ല എന്ന് പറയാൻ ആ സ്പോൺസർഷിപ്പ് സ്വീകരിച്ച ആൾക്ക് ബുദ്ധിമുട്ട് കാണും. അപ്പൊ ഇങ്ങനെ സ്പോൺസേഴ്സിൽ നിന്ന് സ്പോൺസർഷിപ്പ് തുക വാങ്ങിച്ച് അതെവിടെ പോയി നമുക്കറിഞ്ഞുകൂടാ. അത് എന്തായാലും ഖജനാവിലേക്ക് എത്തിയിട്ടില്ല. ഖജനാവിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഈ പ്ലാൻ തീരുമാനിച്ച, അതായത് പദ്ധതി വിഹിതം എന്ന് പറഞ്ഞ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതിന്റെ 50% ഒന്നും ഒരു കാരണവശാലും വെട്ടിച്ചുരുക്കേണ്ടി വരില്ലായിരുന്നു. സ്പോൺസർഷിപ്പ് വഴി കൂടുതൽ പണം കിട്ടിയാൽ പദ്ധതി ചെലവ് എന്ന് പറഞ്ഞ് അലോട്ട് ചെയ്തിരുന്ന ബജറ്റിൽ പറഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുകയല്ലേ വേണ്ടത്, കുറയ്ക്കുകയല്ലല്ലോ വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ സ്പോൺസർഷിപ്പ് വഴി കളക്ട് ചെയ്ത പണം ഏതൊക്കെ അറകളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ അറകൾ ഏതൊക്കെ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ വിവരക്കേടോടുകൂടി വോട്ട് ചെയ്ത് ഇവരെ ഭരണത്തിലേറ്റിയ നാം ഏത് അളകളിലേക്കാണ് ഈ പണം പോയത് എന്ന് അന്വേഷിച്ച് നടക്കുന്നത് അർത്ഥശൂന്യമാണ്, വിവരക്കേടാണ്. ഒരു വിവരക്കേട് കാണിച്ചാണ് ഭരണത്തിലേറ്റിയത്. ഇനി അടുത്ത വിവരക്കേട് കാണിച്ച് സ്പോൺസർഷിപ്പ് അന്വേഷിച്ചു പോയി നമ്മുടെ സമയവും ചിലപ്പോൾ നമ്മുടെ ജീവനും പണയപ്പെടുത്തുകയായിരിക്കും ചെയ്യുക. അങ്ങനെ കേരളീയം നടത്തി സ്പോൺസർഷിപ്പ് ഒക്കെ കളക്ട് ചെയ്തു എന്ന് വെച്ചാൽ നികുതി വരുമാനത്തിലൊക്കെ വലിയ ഇടിവുണ്ടാകും. സ്വർണ്ണ മുതലാളിമാര്, സ്വർണ്ണ വ്യാപാരികള്, അവര് വലിയ തോതിൽ സ്പോൺസർഷിപ്പ് എടുക്കും. 3% സ്വർണത്തിൽ നികുതിയുള്ളൂ. പക്ഷെ ആ 3% നികുതി വളരെ കുറച്ചു പേർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഉദാഹരണം, കൃത്യമായ രീതിയിൽ ഇവിടെ വിറ്റഴിക്കപ്പെടുന്ന സ്വർണത്തിന്റെ നികുതി, ഇവിടെ വിറ്റഴിക്കപ്പെടുന്ന സ്വർണത്തിന്റെ നികുതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആകെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ 20% ചെലവഴിക്കപ്പെടുന്നത് വാങ്ങുന്നത് കേരളത്തിലെ ഉപഭോക്തൃ സമൂഹമാണ് എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്. അപ്പം നമുക്ക് അതനുസരിച്ചാണെങ്കിൽ ഈ സ്വർണത്തിന്റെ വില ഇത്രയും കൂടിയപ്പം എത്രയായിരം കോടി സ്വർണത്തിന്റെ വില നോർമൽ ആയിട്ടിരിക്കുന്ന അവസരത്തിൽ പോലും 30,000 കോടിയുടെ വരുമാനം സ്വർണ നികുതിയായിട്ട് കേരളത്തിൽ കിട്ടേണ്ടതാണെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നടത്തിയ പഠനം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് കിട്ടുന്നതോ 500-നും 1000-നും ഇടയിൽ കോടി മാത്രം. അപ്പൊ അത്രയധികം അവിടെ സ്വർണം നികുതി വെട്ടിക്കപ്പെടുന്നു. അതിന്റെ തന്നെ ഒരു ഉദാഹരണമല്ലേ തോറ ദൽ ഓറെ, അതായത് ഒരു സ്വർണ മാഫിയയ്ക്ക് പുറകെ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് 2025 വർഷത്തിലാണ് പോയത്. 2025 വർഷത്തിൽ പോയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ സ്വർണ്ണക്കടക്കാരന്റെ രേഖകളില്ലാത്ത 104 കിലോ സ്വർണമാണ് കണ്ടുപിടിച്ചത്, ആ വേട്ടയിൽ കണ്ടുപിടിച്ചത്. അങ്ങനെ എല്ലാ സ്വർണ്ണ വ്യാപാരികളുടെയും പുറകെ ഓരോ വേട്ട എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം ഒട്ടും തന്നെ ആശാസ്യമല്ല. കാരണം എന്താണ്? അത് അവിടെ നിർത്തി കാണും. ഗവൺമെന്റ് തന്നെ മതി, ഈ ഒരു വേട്ട മതി എന്ന് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ കാല് തേഞ്ഞു പോയത് കൊണ്ടാണോ? വിവിധ വണ്ടികളില് ഒരു 700-ലധികം പേർ ചേർന്ന്, കമേഴ്ഷ്യൽ ഇന്റലിജൻസിൽ 700-ലധികം പേർ ചേർന്ന് നടത്തിയ വേട്ട, ഒറ്റ രാത്രി കൊണ്ടുള്ള വേട്ട, 104 കിലോ സ്വർണം രേഖകളില്ലാത്തത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ കണ്ടുപിടിച്ച ഒറ്റ രാത്രി കൊണ്ട് വണ്ടികൾ തേയ്മാനപ്പെട്ടു പോവില്ല, കാല് തേയ്മാനപ്പെട്ടു പോകില്ല, മനസ്സ് തേയ്മാനപ്പെട്ടു പോകില്ല, മനസ്സ് ഉല്ലസിക്കുകയുള്ളൂ. കണ്ടോ, ഇത്ര വലിയൊരു കണ്ടുപിടുത്തം ഒറ്റ രാത്രി കൊണ്ട് നടത്തിയിരിക്കുന്നു. ഖജനാവിലേക്കാണ് ഈ 104 കിലോ സ്വർണത്തിന്റെ വില വരേണ്ടത്. എങ്കിൽ നമുക്ക് എല്ലാ ദിവസവും, അതായത് എല്ലാ സ്വർണ്ണക്കടകളിലും പരിശോധന നടത്താം എന്നാണ് കമേഴ്ഷ്യൽ ഇന്റലിജൻസ് വിചാരിക്കേണ്ടത്. അങ്ങനെ വിചാരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ആ വേട്ട ആരോ തടസ്സപ്പെടുത്തി എന്ന് വേണം. നമുക്ക് ആരാണ് തടസ്സപ്പെടുത്തുക? ആർക്കെങ്കിലും എക്കോ ബിക്കോ വന്ന് തടസ്സപ്പെടുത്താൻ പറ്റും? ഗവൺമെന്റിനെ പറ്റുള്ളൂ. അപ്പൊ ഗവൺമെന്റ് തടസ്സപ്പെടുത്തി എന്ന് വേണം. എന്ന് വെച്ചാല് ഈ പറയപ്പെട്ട സ്പോൺസർഷിപ്പ് ഒക്കെ കളക്ട് ചെയ്ത് മുന്നേറുന്ന ഗവൺമെന്റിന് ഇത്തരം പ്രക്രിയകളോടൊക്കെ നിസ്സഹകരിക്കാനേ പറ്റൂ, സഹകരിക്കാൻ പറ്റില്ല. അപ്പം സാധാരണ രീതിയിൽ നികുതി വെട്ടിക്കൽ സാകൂതം തുടരും. ഗവൺമെന്റ് അത് കണ്ടില്ലെന്ന് നടിക്കുക മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ അതൊക്കെയാണ് അത്. അപ്പൊ ഈ കേരളീയം പരിപാടിയിൽ അത് കഴിഞ്ഞപ്പോഴാണല്ലോ നവകേരള സദസ് വന്നത്. നവകേരള സദസ് വന്നപ്പോ നമുക്കറിയാം 1,05,00,000 രൂപ കൊടുത്തൊരു ബസ് വാങ്ങുന്നു, പിന്നെ അതിൽ ഒരുപാട് പണികൾ നടത്തുന്നു. അങ്ങനെയൊക്കെ ആ ബസ് കൊണ്ടാണ് കേരളം മുഴുവനും ചുറ്റിക്കറങ്ങിയത്.
എല്ലാ മന്ത്രിമാരും ഒക്കെ. പക്ഷേ നമ്മൾ വിചാരിച്ചു ഇവരുടെയൊക്കെ അകമ്പടി വണ്ടികളും അകമ്പടി ആൾക്കാരും ഒക്കെ പിന്നെ സെക്രട്ടേറിയറ്റിൽ കഴിയുമെന്ന്. കഴിഞ്ഞില്ല. അവരൊക്കെ പുറകെ പോയി, എല്ലാ വാഹനങ്ങളും അകമ്പടി വാഹനങ്ങളും പോയി. അങ്ങനെ അവിടെയും സ്പോൺസർഷിപ്പ് വന്നു. അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം പഠിക്കാനായിട്ട് ഓരോരുത്തർക്കും ഇത് പരാതികൾ എഴുതി കൊടുക്കാമായിരുന്നു, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാമായിരുന്നു, അവരുടെ വികസന മോഹങ്ങൾ പറയാമായിരുന്നു. പക്ഷെ അതൊക്കെ കൊടുക്കുകയും ചെയ്തു ജനം. പക്ഷെ എന്നിട്ട് ആണ് ഈ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുൻപായിട്ട് കോടതി വരെ എത്തിയ അതായത് നവകേരള സർവേ എന്നൊരു മാമാങ്കം നടത്തിയത് ജനങ്ങളുടെ ഹിതം അറിയാൻ. ജനങ്ങളുടെ ഹിതം എന്ന് മാറിക്കൊണ്ടിരിക്കുക. അവരുടെ സ്ഥായിയായ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടി ഒരിക്കൽ പറഞ്ഞാൽ പോരെ. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹൃതമായാൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം. പക്ഷെ നവകേരള സദസ്സ് പിന്നെ മറ്റേ കേരളം, അതായത് അങ്ങനെ ഓരോരോ പ്രോഗ്രാം. പിന്നെ 3 എന്റെ കേരളം, അടുത്തത് എന്റെ കേരളമായിരുന്നു. അതെന്തായിരുന്നു? അതും ഈ കഴിഞ്ഞ വർഷം തന്നെയാണ്. എന്റെ കേരളം എന്ന പരിപാടി കാസർഗോഡ് തുടങ്ങി. കാലിക്കടവിൽ ആദ്യത്തെ മാമാങ്കം, അത് കഴിഞ്ഞ് കേരളത്തിലെ എല്ലാ വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തി. ഇങ്ങനെ നടത്തിയ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞു. അത് കൂടാതെ തന്നെ എന്താ പറയുക, കേരള പ്രവാസി സംഗമത്തിന് വേണ്ടിയുള്ള ലോക കേരള സഭ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ 2ഓ 3ഓ തവണ ലോക കേരള സഭ നടത്തി. ഇങ്ങനെയെല്ലാം ഈ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ നേരിട്ടൊന്നും കേട്ടില്ലയോ കണ്ടില്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. അവസാനം ഇതാ ധനപ്രശസ്തി എന്ന് പറഞ്ഞ ആദ്യം മുതലേ ഗവൺമെന്റ് കൈകാലിട്ടടിക്കുന്നു, ഇപ്പോഴും ഇതാ കൈകാലിട്ടടിക്കുന്നു. ഇപ്പൊ ഈ അവസാനത്തെ മാസം പറയുകയാണ് 7000 കോടിയുടെ കമ്മി, 7000 കോടി രൂപ കൂടി എവിടുന്നെങ്കിലും തപ്പിയെടുത്താലേ നിവൃത്തിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ് റീസൺസ്, ഈ ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമാകാൻ ഇപ്പൊ 7000 കോടി വേണമെന്ന് പറയാനുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ അടുത്ത കാലത്തുണ്ടായതായ ചെലവുകൾ എന്തൊക്കെയാണ്? അതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വന്ന മത്സരം. ആ വോട്ടിങ്ങിൽ, ഇലക്ഷനിൽ എന്താ ഗവൺമെന്റ് ചെയ്ത്? ആ ഇലക്ഷനിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളെയും പിടിച്ചെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മുഴുവൻ വോട്ടുകളും LDFന് കിട്ടണമെന്ന മോഹത്തോടു കൂടി ഒരുപാട് ഓഫറുകളാണ്, ഫ്രീബീസ് ആണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് സ്കീം ഗവൺമെന്റിന്റെ വക, സ്ത്രീകൾക്ക് 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഒരു മാസം 1000 രൂപ വെച്ച് പെൻഷൻ. ഇവരൊക്കെ നല്ല പ്രൊഡക്റ്റീവ് ഏജ് ആണ്, 35 മുതൽ 60 വരെ എന്ന് പറയുന്നത്. ആ സമയത്താണ് 1000 രൂപ വീതം പെൻഷൻ. കുടുംബശ്രീകൾക്ക് അവരുടെ പ്രവർത്തന മൂലധനമായിട്ട് 1000 രൂപ വീതം കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600-ൽ നിന്ന് 2000 ആക്കുന്നു. അപ്പം ഇങ്ങനെ വാരിക്കോരി ബഹുകോടികൾ. അതുപോലെ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ തോറ്റു സുന്നം പാടി. അങ്ങനെ തോറ്റത് കൊണ്ട് എങ്ങനെയെങ്കിലും അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ വാരിയെടുക്കണം എന്നുള്ള വലിയ മുന്നേറ്റം ഉണ്ടാവണം എന്ന ദൃഢനിശ്ചയത്തോടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അതിന്റെ അനുരണനമാണ് ശമ്പള കമ്മീഷൻ. 12ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നു. ആ ശമ്പള കമ്മീഷന്റെ മുന്നോട്ട് പോക്ക്, അതോടൊപ്പം തന്നെ കൊടുക്കാതെ ഇട്ടിരുന്ന കുടിശ്ശിക DA സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആ DA ഏപ്രിലിലെ ശമ്പളത്തോടു കൂടി കൊടുക്കാമെന്നുള്ള വാഗ്ദാനം, ഇതൊക്കെ കിട്ടാനിരിക്കുന്ന വോട്ടുകളെ ലാക്കാക്കിയാണ്. അല്ലാതെ ഇവരുടെ ആരുടെയും ക്ഷേമം ലാക്കാക്കിയല്ല. ക്ഷേമം ലാക്കാക്കിയായിരുന്നുവെങ്കിൽ ഗവൺമെന്റിന്റെ നിരവധിയായ വൃഥാ ചെലവുകൾ, ആ ചെലവുകളൊക്കെ വെട്ടിച്ചുരുക്കി സുരക്ഷാ ചെലവുകളും, അതായത് ഒരു ശമ്പള പരിഷ്കരണം നടത്തുക, അല്ലെങ്കിൽ ഒരു DA അനുവദിക്കുക. അതൊക്കെ DA അനുവദിക്കുന്ന എപ്പോഴാണ്? വിലക്കയറ്റം മൂലം നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ മൂല്യം കുറയുമ്പോൾ. ആ മൂല്യം എത്ര ശതമാനം കുറഞ്ഞുവോ അതിനനുസരിച്ചാണ് ഡിയർനെസ് അലവൻസ് അനുവദിക്കുന്നത്. അപ്പൊ അതൊക്കെ അപ്പോഴപ്പോ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം അതേ നിലയിൽ പിടിച്ചു നിർത്താൻ പറ്റി എന്ന് ഗവൺമെന്റിന് ഗീർവാണം പറയാൻ ഒക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? 18%, 21% ഇതുപോലെയാണ് കുടിശ്ശിക ഓരോന്നിന്റെയും കിടക്കുന്നത്. അങ്ങനെ കുടിശ്ശിക കിടക്കുന്നതിൽ നിന്നാണ്
10% കുടിശ്ശിക ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 12ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നു. അപ്പൊ ഈ 12ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുമ്പോൾ ഓർക്കേണ്ടത് 11ാം ശമ്പള കമ്മീഷൻ ഓഫർ ചെയ്ത ശമ്പളവും അതിന്റെ ബത്തയും ഒന്നും ഇതുവരെയും എല്ലാവർക്കും അതിന്റെ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും തടസ്സപ്പെട്ട് കിടക്കുക തന്നെയാണ്. പിന്നെ എന്ത് തരം ഭരണമാണ്, എന്ത് തരം എന്താ പറയുക സന്ദേശമാണ് ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അപ്പൊ നമ്മൾ വീണ്ടും ഓർമ്മിക്കേണ്ടത് എന്താണ്? നമ്മൾ ഓർമ്മിക്കേണ്ടത് സ്വാമി വിവേകാനന്ദ സൂക്തമാണ്. നമ്മുടെ അറിവില്ലായ്മയുടെ ഫലമാണ് നാം അനുഭവിക്കുന്നത്. ഈ നമ്മുടെ ഗവൺമെന്റിനെ 5 വർഷം ഭരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അടുത്ത 5 വർഷത്തേക്ക് കൂടി അവർ തന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് സമ്മതിപത്രം നൽകുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇതുപോലെ വലിയ അപകടത്തിലേക്ക് നാം എത്തിപ്പെട്ടത്. അപ്പൊ അത് ഓർത്തുകൊണ്ട് നമുക്ക് പോവുക. ഇനി എന്തൊക്കെയാ ഉള്ളത്? അപ്പൊ ഈ ധനപ്രതിസന്ധിയെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ട്രഷറി കാലിയാണ്. സാധാരണ നമ്മുടെ എന്താ പറയുക, എല്ലാവരും പറയാറുണ്ട് പൂച്ച പെറ്റു കിടക്കുന്ന ട്രഷറി എന്ന്. അപ്പൊ അങ്ങനെ കിടക്കുന്ന ട്രഷറിയിലേക്ക് വരുന്നുണ്ട് വരുമാനം, നികുതി വരുമാനവും നികുതിയിതര വരുമാനവും ഒക്കെ ട്രഷറിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ വരുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിലാണ് അവയൊക്കെ പുറത്തേക്ക് ഓരോരുത്തർക്ക് ശമ്പളമായും പെൻഷനായും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ, വാങ്ങിച്ച കടത്തിന്റെ പലിശയായും ഒക്കെ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പൂച്ച പെറ്റു കിടക്കുന്ന ഖജനാവ് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഈ ആവശ്യമായിട്ട് അങ്ങോട്ട് വരുന്ന ബില്ലുകൾ, ആ ബില്ലുകളെ എല്ലാം പേ ചെയ്യാനായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് 84 പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയ സംസ്ഥാന ഗവൺമെന്റ് ആണ് നമുക്കിപ്പോ ഉള്ളത്. ഒരു വർഷം ഓഫ് കോഴ്സ് നമുക്ക് 144 ദിവസം വരെ വേണമെങ്കിൽ, അതായത് ഗതികെട്ട വർഷങ്ങളിൽ 144 ദിവസം വരെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം. ഇപ്പൊ എത്ര പോയെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ മാസം ഒരു 2 മാസം മുൻപ് വന്ന കണക്കനുസരിച്ച് 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു ഈ ഗവൺമെന്റ്. 2001 കൂടുതൽ മാസങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലേക്ക് കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഒരു വർഷവും ഇത്രയധികം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഗവൺമെന്റ്, ഓവർ ഡ്രാഫ്റ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്ന? ബില്ലുകൾ ക്യൂവിലേക്ക് ഇടുന്നു. വേണ്ടി വന്നാൽ 10 ലക്ഷത്തിന്റെ ബില്ല് വരെ പാസ്സാക്കാം. പക്ഷേ സാധാരണ രീതിയിൽ 2 ലക്ഷത്തിന്റെ ബില്ലിൽ കൂടുതൽ പാസ്സാക്കാൻ പാടില്ല. അതിൽ കൂടുതലുള്ള ഏതെങ്കിലും ബില്ല് 10 ലക്ഷത്തിന്റെയോ മറ്റോ പാസ്സാക്കണമെങ്കിൽ അത് ഫിനാൻസിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം കിട്ടണം. എന്തെങ്കിലും അടിയന്തര ബില്ലാണെങ്കിൽ മാത്രമേ 10 ലക്ഷത്തിന്റെ ബില്ല് പാസ്സാക്കാൻ പറ്റൂ. അപ്പൊ നമുക്കറിയാം, ഈ പറയപ്പെട്ട കോൺട്രാക്ടേഴ്സും അങ്ങനെ എല്ലാവരും ബില്ലുകൾ പാസ്സാക്കാൻ പറ്റാതെ, പണം കയ്യിൽ കിട്ടാതെ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബില്ലുകൾ ക്യൂ സിസ്റ്റത്തിൽ നിന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? ഈ വർഷം ഈ ബജറ്റിൽ പറഞ്ഞിരുന്ന ചെലവുകൾ, ആ ചെലവുകൾ അടുത്ത വർഷത്തേക്ക് തള്ളി മാറ്റുന്നു. ഈ 31 തീയതി കഴിയുമ്പോഴത്തേന് അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുകയാണ്. അപ്പൊ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഈ വർഷത്തെ ചെലവുകളെ തള്ളി മാറ്റുന്നു. പ്ലാൻ ചെലവുകൾ, പദ്ധതി ചെലവുകളെയാണ് ഈ ബില്ലുകൾ ക്യൂവിൽ ഇടുന്നതോടുകൂടി മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും അടുത്ത വർഷത്തെ ധനത്തിന്റെ, അടുത്ത വർഷത്തെ വരുമാനത്തിലേക്കാണ് ഈ ബില്ലുകളെ തള്ളി മാറ്റുന്നത്. അതായത് ഈ വർഷം നമുക്ക് ആ ചെലവുകൾ വഹിക്കാൻ പറ്റിയില്ല, അപ്പൊ ഈ വർഷം വഹിക്കേണ്ടിയിരുന്ന ചെലവുകളെ അടുത്ത വർഷത്തേക്ക് തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയ ലക്ഷണമാണ് എന്ന് വോട്ടേഴ്സ് ഓർത്തിരിക്കേണ്ടതാണ്. ഇങ്ങനെ ബില്ലുകൾ ക്യൂവിൽ കിടക്കുമ്പോൾ ഏത് തരം ചെലവുകൾക്കാണ് മുൻഗണന കൊടുക്കുക? ശമ്പളത്തിനോ പെൻഷനോ ഒന്നും ആയിരിക്കില്ല. അടിസ്ഥാന സൗകര്യം, അതായത് സ്കൂൾ ബിൽഡിംഗ് കിട്ടുക, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മെഡിക്കൽ കോളേജില് എന്തെല്ലാം തരം പ്രശ്നങ്ങളാണ്. മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിലാണ് എന്ന് മാത്രവുമല്ല, തീപിടുത്തം മുതൽ എന്തൊക്കെ അപ്രിയ സത്യങ്ങളും കാര്യങ്ങളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് പണം അങ്ങോട്ട് ഇല്ല, അതൊന്നും പ്രയോറിറ്റിയിലുള്ളതല്ല. ഇപ്പോഴത്തെ പ്രയോറിറ്റി, ധനപ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന മാർച്ച് മാസത്തിലെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാല് നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി മാത്രം ഉള്ള ബില്ലുകൾ പാസ്സാക്കുക എന്ന് വെച്ചാല് അതാത് ദിവസത്തെ സെക്രട്ടേറിയറ്റിലെ ചെലവുകൾ, വകുപ്പുകളിലെ ചെലവുകൾ, അതാത് ദിവസം നിറവേറ്റപ്പെടേണ്ട അത്യാവശ്യ ചെലവുകൾ മാത്രം, അതിനുവേണ്ടിയുള്ള ബില്ലുകൾ മാത്രമാണ് ഇപ്പം പാസ്സാക്കിയെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അസംബ്ലി
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോരാ, ഇതൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് താമസിയാതെ ഇലക്ഷൻ വരികയാണ് ഉണ്ടായത്. അപ്പോഴേക്കും ആ ഇലക്ഷന് മുൻപ് തന്നെ ഈ പറയപ്പെട്ട വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റേണ്ടി വന്നു. അങ്ങനെ ബഹുകോടികൾ കടം വാങ്ങിച്ച് അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. നികുതി വരുമാനമായിട്ടും നികുതിയേതര വരുമാനമായിട്ടും കിട്ടിയതും അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ബജറ്റ് കാലിയാവുന്നത്. അപ്പൊ ബജറ്റ് കാലിയായി എങ്കിൽ പോലും അസംബ്ലി ഇലക്ഷനിൽ ഒരു കൈ നോക്കണ്ടേ? അങ്ങനെ ഒരു കൈ നോക്കണം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഈ ശമ്പള കമ്മീഷനെ അനുവദിച്ചത്, ക്ഷാമബത്ത കൊടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളതിന് ഡേറ്റ് കുറിച്ച് ഇന്ന അവസരങ്ങളിൽ ഇന്ന രീതിയിൽ കൊടുക്കും എന്ന വാഗ്ദാനം. ആ വാഗ്ദാനങ്ങളും ഗവൺമെന്റിന് പാലിച്ചാൽ മാത്രമേ അതിന്റെ പേരിൽ കിട്ടാവുന്ന വോട്ടുകൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പിണറായി 3 ഒരു പക്ഷെ ഭരണത്തിൽ വരാൻ പറ്റിയാൽ ഭാഗ്യം. അതിനു വേണ്ടിയാണ് വീണ്ടും ഇതുപോലെ ഈ ഫ്രീ ബീസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനാണ് ശമ്പള കമ്മീഷനെ എംപ്ലോയ് ചെയ്യുമ്പോഴേക്കും ശമ്പള കമ്മീഷൻ ഒരു പക്ഷേ ഇലക്ഷന് മുൻപേ നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? 5 ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട്, എയ്ഡഡ് സെക്ടർ ജീവനക്കാർ. ശമ്പള പരിഷ്കരണം എയ്ഡഡ് സെക്ടറിനെയും സർക്കാർ സർവീസിനെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അപ്പൊ ഈ പറയപ്പെട്ട വോട്ടുകൾ, അവരുടെ വീട്ടിലെ വോട്ടുകൾ, അങ്ങനെ ഒരു 10, 20, 10, 30, 40 ലക്ഷം വോട്ടുകളുടെ സാധ്യതയിലേക്കാണ് ഈ ശമ്പള പരിഷ്കരണം വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണ് ശമ്പള പരിഷ്കരണം ത്തിനുള്ള കമ്മിറ്റിയെ 12 ശമ്പള കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു എന്ന് മാത്രവുമല്ല, അവർ കഴിവതും നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് ഗവൺമെന്റിൽ അവതരിപ്പിക്കും. അപ്പൊ ഗവൺമെന്റ് ഇപ്പോ കാവൽ ഗവൺമെന്റ് പോലെയാണ്. കാവൽ ഗവൺമെന്റ് ആണെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ ആക്ഷൻ എടുക്കും. അത് അങ്ങനെ എടുത്താൽ മാത്രമേ ഇലക്ഷന് അത് വോട്ടായി മാറുകയുള്ളൂ. ഈ ശമ്പള കമ്മീഷൻ വോട്ടായി മാറണമെങ്കിൽ അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വൈതരണികൾ കാരണമാണ് ഇപ്പോ ഇങ്ങനെ ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിരിക്കുന്നത്. അപ്പോ കോടതി ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 2024 KSRTCയിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിൽ നിന്ന് വിരമിച്ച പ്രദീപ് D. നായർ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നു. അപ്പൊ സുപ്രീം കോടതിയിൽ KSRTCയുടെ വക്കീലും എത്തുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇത് വൈകുന്നത് KSRTC നഷ്ടത്തിൽ ഓടുന്നു, അതുകൊണ്ടാണ്. അപ്പൊ കോടതി ചോദിക്കുന്നു, സുപ്രീം കോടതി തന്നെ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ ഓർക്കണം, അയ്യോ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭരണം വന്നതോടുകൂടി വലിയ ലാഭത്തിലാണ് KSRTC ഓടുന്നത്, ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതെയൊക്കെ ഇരുന്ന കാലമൊക്കെ മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല ജിമ്മിക്സും KSRTCയുടെ പേരിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെ ജിമ്മിക്സ് നടത്തി എങ്ങനെയെങ്കിലും KSRTC ലാഭത്തിലേക്ക് വരട്ടെ, അത് അത്ര എളുപ്പമല്ലെന്ന് നമുക്കറിയാം. കാരണം അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ തൊട്ട് എല്ലാ കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കർണാടക RTCയുമോ തമിഴ്നാട് RTCയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും കേരളത്തിൽ. അതായത് നഷ്ടത്തിൽ ഓടിയേ പറ്റൂ എന്ന രീതിയിലാണ് കേരളത്തിലെ KSRTCയുടെ പോക്ക്. അങ്ങനെയുള്ള സാഹചര്യത്തിലും ലാഭത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കോടതി ചോദിക്കുന്നത്, അങ്ങനെ നഷ്ടത്തിലാണെങ്കിൽ എന്തിന് ഗവൺമെന്റ് KSRTCയുടെ ഭാരം ചുമക്കുന്നു? ശരിയാണ്, KSRTCയുടെ ഭാരം ചുമക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഗവൺമെന്റിന് പറയാനുണ്ട്. അതായത് ഇവിടെ സാമൂഹ്യ നീതിയുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഗവൺമെന്റിന് ചെയ്യാനുണ്ട്. അപ്പൊ ഇപ്പൊ ചോദിക്കാവുന്ന ഒരു ചോദ്യം, എടുത്തു കാണിക്കാവുന്ന, അതായത് KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോ എന്താ പറയുക, അവരെ സഹായിക്കാൻ വേണ്ടി തന്നെ KTDFC എന്നൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ KTDFC തന്നെ വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയോളം എത്തിയിരിക്കുകയാണ് KSRTCയുടെ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഓൺ KTDFC. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ നഷ്ടത്തിലോടുന്ന ഒന്നിനെ ഗവൺമെന്റ് ചുമക്കുന്നത് എന്ന് കോടതി ചോദിച്ചത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. കാരണം ജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ KSRTC വഴി KSRTC റൺ ചെയ്തു പോകുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
നികുതി പണമോ? KSRTCയിൽ നിന്നല്ലല്ലോ വായ്പ എടുക്കുന്നത്, KTDFCയിൽ നിന്നല്ലേ. KTDFCയിൽ നിന്ന് എടുക്കുന്ന വായ്പ, ആ വായ്പ പലിശ സഹിതം കൊടുക്കേണ്ടതാണ്. KSRTC കൊടുത്തില്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരളയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കേരളയോട് കഴിഞ്ഞ വർഷം ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ്, അതായത് എന്തുകൊണ്ട് അതായത് ഡെപ്പോസിറ്റേഴ്സ്, KTDFCയിലെ ഡെപ്പോസിറ്റേഴ്സിന് അവരർഹിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഇങ്ങനെയുള്ള ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയപ്പോൾ, ആ കോടതിയിൽ തന്നെ ചീഫ് സെക്രട്ടറി പറഞ്ഞതാണ് KSRTCക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ആണ് ഇരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഖജനാവും ഭദ്രമല്ല. അതുകൊണ്ട് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് നടത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ നഷ്ടം വന്നാൽ അതിന് ഈട് നിന്നിട്ടുണ്ട്. ഗവൺമെന്റ് KSRTCക്ക് ഈട് KTDFCയിൽ ഈട് നിന്നിട്ടുള്ളതൊക്കെ ഗവൺമെന്റ് ഓഫ് കേരളയാണ്. പക്ഷെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഖജനാവും കാലിയാണ് എന്ന് അന്ന് പറഞ്ഞതും ഒക്കെ വലിയ വാർത്തയായ കാര്യമാണ്. അപ്പൊ ഇപ്പൊ കോടതി വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നഷ്ടത്തിലൊടുന്ന KSRTCയെ ഗവൺമെന്റ് ചുമക്കുന്നു? അപ്പോഴാണ് ഈ പറയപ്പെട്ട സാമൂഹ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കണം, ബജറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് യാത്ര സൗജന്യം. സാമ്പത്തിക ശേഷിയുള്ള വിദ്യാർത്ഥികൾ KSRTCയിൽ ബസ് ടിക്കറ്റ് എടുത്ത് പോകുന്നതോടെ എന്ത് അപകടമാണുള്ളത്? എന്തിനാണ് അതൊക്കെ ഫ്രീ ആക്കി മാറ്റുന്നത്? ഇങ്ങനെ ഫ്രീ ബീസ് കൊടുത്ത ഒരു സമൂഹത്തെ, അതായത് ജസ്റ്റിസ് ഗവായ് ഫെബ്രുവരി 17 സുപ്രീം കോടതിയിൽ തന്നെ വെച്ച് ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഫ്രീ ബീസ് കൊടുക്കുന്നത് നല്ലതല്ല. അത് ഉൽപാദനക്ഷമത, വ്യക്തികളുടെ ജോലി ചെയ്യാനുള്ള താല്പര്യം, അവരുടെ ഉൽപാദനക്ഷമത ഇതിനെയൊക്കെ നിർവീര്യമാക്കുമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോടതിക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫ്രീ ബി അരുത് എന്ന് പറയാത്തത്. ഒരു ഗവൺമെന്റ് ഈ തരത്തില് ആവശ്യമില്ലാത്തടത്തും ഉള്ളിടത്തും ഒക്കെ ഫ്രീ ബീസ് കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റ് ആ സംസ്ഥാനത്തെ, അതായത് നമ്മൾ അതിനൊക്കെ കണ്ടുപഠിക്കേണ്ടത് തമിഴ്നാടിനെയാണ്. അതായത് ആ വ്യാവസായിക മേഖലയെ വളർത്തുക, തൊഴിൽ സാധ്യതകൾ വളർത്തുക, കാർഷിക മേഖലയെ വളർത്തുക, ഈ തരത്തില് വളർച്ചയുടെ പുതുനാമ്പുകൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഒരു സംസ്ഥാനത്തെ വിജയത്തിലേക്ക് നയിക്കേണ്ടത്, വളർച്ചയിലേക്ക് നയിക്കേണ്ടത്. ആ വളർച്ച വഴിയായിട്ടാണ് വികസനം ഉണ്ടാകേണ്ടത്. ആ വളർച്ച ജനങ്ങളിലേക്ക് ഇറ്റിച്ചിറങ്ങിയാണ് വികസനം ഉണ്ടാകേണ്ടത്. അത് മനസ്സിലാക്കുന്നതിന് പകരം ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇവർക്ക് ഫ്രീ ബീസ് കൊടുക്കുക, അത് ഏറ്റവും തെറ്റായ പ്രവണതയാണ്. അതാണ് ഡെമോക്രസിയിൽ ഒരിക്കലും പാടില്ലാത്തതും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള KSRTCയുടെ കാര്യം അതവിടെ നിൽക്കട്ടെ. അതായത് ഇപ്പൊ KSRTCയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാട്ടിലെ തടി ദേവരുടെ ആന എന്ന ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പിൻവാതിൽ നിയമനം. അതാണ് ധനപ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണം. അതെങ്ങനെ? പിൻവാതിൽ നിയമനം വഴി ആവശ്യമില്ലാത്ത വകുപ്പുകൾ സൃഷ്ടിച്ച് ആവശ്യമില്ലാത്ത ആൾക്കാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുക. അതായത് അവനവന് വേണം എന്ന് തോന്നുന്നവര്, PSCയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വരെ ഹോൾഡ് ചെയ്തിരിക്കുന്ന എത്രയെത്ര ഉദ്യോഗാർത്ഥികളാണ് നമുക്കറിയാം. സെക്രട്ടേറിയറ്റിന്റെ മുൻപിലൊക്കെ ശയന പ്രദക്ഷിണം വരെ നടത്തിയാണ് പ്രതിഷേധിക്കുന്നത്, കരയുന്നത്. പക്ഷെ അവരോടൊന്നും ഒരു കരുണയുമില്ലാതെ ലിസ്റ്റുകളൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് പിൻവാതിൽ നിയമനം നടത്തുന്നത്. ഈ പിൻവാതിൽ നിയമനം നടത്തുന്നതിനെ പറ്റി ഭരണപരിഷ്കാര കമ്മീഷൻ, ഈ ഗവൺമെന്റ് തന്നെ അപ്പോയിന്റ് ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ആ വാതിൽ, അതായത് പിൻവാതിൽ നിയമനം നടത്തുന്ന വാതിൽ അടയ്ക്കൂ, എന്ന് വെച്ചാൽ പിൻവാതിൽ നിയമനം നിർത്തൂ എന്നാണ് പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇല്ലാതെ ഇതാ ഇപ്പോ ധാരാളം വ്യക്തികളെയാണ് ഇപ്പൊ പിൻവാതിൽ വഴി, അതായത് ടെമ്പററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപ് അവരെയൊക്കെ സ്ഥിരമാക്കും. അപ്പൊ എന്താ സംഭവിക്കുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്? ഇപ്പൊ ഉദാഹരണത്തിന് ഒറ്റ എക്സാമ്പിൾ മാത്രം എടുക്കുക. ബോഡി ബിൽഡർമാർ, പോലീസില് ഗസറ്റഡ് ഓഫീസർ തസ്തികയില് 2 ബോഡി ബിൽഡർമാരെ ടെമ്പററി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്നവരെ ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ പോകുന്നു. അതായത് ഗസറ്റഡ് തസ്തികയിലാണെന്ന് ഓർക്കണം. അതിനെതിരെ DGP സംസാരിച്ചു, ചീഫ് സെക്രട്ടറി അതിനെതിരായിട്ട് നിന്നു. എന്നിട്ടും ഒന്നും പരിഗണിക്കാതെയാണ് ആ നിയമനം നടത്തിക്കൊണ്ടു പോകുന്നത്. അതിപ്പോ വലിയ എതിർപ്പുകൾ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുപോലെ അപ്പൊ ഇങ്ങനെ ഈ സ്ഥിരപ്പെടുത്തൽ, അതായത് നേരത്തെ
എന്താ പറയുക, താൽക്കാലികമായിട്ട് നിയമിക്കുന്നു ഗവൺമെന്റിന് വേണ്ടപ്പെട്ടവരെ, പാർട്ടി സഖാക്കളെ, അങ്ങനെയുള്ളവരെ ഇറങ്ങുന്നതിന് മുൻപേ സ്ഥിരപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക? PSC വഴി വരുന്നവരൊക്കെ യോഗ്യതയുള്ളവരാണ്. യോഗ്യത അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. അതിനു പകരം ആ യോഗ്യത, അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ളവരല്ല, ആ വകുപ്പിന് വേണ്ടപ്പെട്ടവരല്ല വരുന്നത്, ആ വകുപ്പിലേക്ക് വേണ്ട എക്സ്പെർട്ടൈസ് ഉള്ളവരല്ല ഇങ്ങനെ പിൻവാതിലിലൂടെ വരുന്നത്. ഒന്നാമത്തെ പ്രശ്നം അത്. 2, സംവരണം അട്ടിമറിക്കപ്പെടും. SC, ST, OBC എന്നിവർക്കൊക്കെയുള്ള സംവരണം അവിടെ അട്ടിമറിക്കപ്പെടും. ഇനി അത് മാത്രവുമല്ല, എത്രയോ പേരെ അപ്പോയിന്റ് ചെയ്യുമ്പോഴേക്കും ഗവൺമെന്റിന് കോടികളുടെ അധിക ബാധ്യതയാണ് ഉണ്ടാവുന്നത്. താൽക്കാലികമായി അത്യാവശ്യം ഉണ്ടായിട്ട് നിയമിച്ചതായിരിക്കില്ല, അവനവനിസം കാണിച്ചതാകാം. അങ്ങനെയുള്ളവരെ ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ പിരിച്ചുവിടുന്നതിന് പകരം അവരെ സ്ഥിരപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ ധനപ്രതിസന്ധി ഒരിക്കലും മാറ്റമില്ലാതെ കടത്തിൽ മുങ്ങിത്താഴുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അപ്പോ ഇതൊക്കെ ഇനി കരാർ നിയമനങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തിപ്പെടും. ഓരോ ഗവൺമെന്റ്, ഇപ്പൊ ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി വരുന്ന ഗവൺമെന്റ് വേറൊരു ഗവൺമെന്റ് ആണെങ്കിൽ പോലും അവിടെയും കരാർ നിയമനത്തിന് വേണ്ടി, അയ്യോ ഞാൻ പാർട്ടിക്ക് വേണ്ടി മരിച്ചു കിടക്കുകയായിരുന്നേ, അതുകൊണ്ട് എന്നെ എവിടെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ, എനിക്കൊരു തൊഴിൽ തരണേ എന്ന് പറഞ്ഞ് നേതാക്കന്മാരുടെ അടുത്ത് കാല് പിടിക്കാനും അങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് നടത്താനും എല്ലാ ഗവൺമെന്റും ഇതേ പോളിസി തന്നെ തുടരുന്നതിനുള്ള ഒരു ന്യായമായിട്ട് ഈ പിൻവാതിൽ നിയമനം മാറും. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് കാര്യക്ഷമതയ്ക്ക് മാർക്കിടും എന്ന് പറഞ്ഞു വന്ന മുഖ്യമന്ത്രിയാണ് കാര്യക്ഷമതയെ കാലുകൊണ്ട് തൊഴിച്ച് തെറിപ്പിച്ചിട്ട് അവിടെ ഈ പിൻവാതിൽ നിയമനം നടത്തി കാര്യക്ഷമത ഒരു മേഖലയിലും ഇല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അനി അതുപോലെ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നേരത്തെ KSRTC എന്തിനാണ് നഷ്ടത്തിലോടുന്ന KSRTCയെ ഗവൺമെന്റ് ചുമലിലേക്ക് ഏറ്റുന്നത് എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയാണ്, നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം, അതുപോലെ തന്നെ 150 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. 150 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിലെ 19 എണ്ണം പ്രവർത്തനരഹിതമാണെങ്കിലും അതിന്റെ കുറെ ചെലവുകളൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകട്ടെ, 127 എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്, 55 എണ്ണം നാമമാത്ര ലാഭത്തിലാണ്, 63 എണ്ണം നഷ്ടത്തിലാണ്. അവ മൊത്തം വരുത്തിയ നഷ്ടം എത്രയെന്നറിയണ്ടേ? 4065.38 കോടിയാണ് ഈ 63 പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒന്നിച്ച് വരുത്തി വെച്ചിരിക്കുന്ന നഷ്ടം. ഇനി ഗവൺമെന്റ് ഷെയർ നിക്ഷേപം നടത്തിയിട്ടുണ്ട് 9817.46 കോടി. 9817.46 കോടിയാണ് ഈ പറയപ്പെട്ട കമ്പനികളുടെ ഷെയറുകളിൽ ഗവൺമെന്റ് നിക്ഷേപിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, അതായത് ഗവൺമെന്റ് കടം വാങ്ങി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് 10,002 കോടിയാണ് കടം വാങ്ങി നിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ 9817.46 കോടിയാണ് അവയുടെ ഷെയറുകളിൽ എന്ന് വെച്ചാൽ 20,000 കോടിയോളം രൂപ ഗവൺമെന്റ് ഓഫ് കേരള തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 20,000 കോടി നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ ഏതാനും അതായത് ഡിവിഡന്റ് ആയിട്ട് 3 കമ്പനികൾ നാമമാത്രം ഡിവിഡന്റ് എത്രയാണ്? 3.23 കോടിയാണ് ഈ 3 കമ്പനികളും കൂടി നാമമാത്രമായിട്ടുള്ള ഡിവിഡന്റ് ഡിക്ലയർ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നഷ്ടത്തിലാണ് ഓടുന്നത്. ഈ തരത്തില് ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ എന്തിനു കൊണ്ട് നടക്കുന്നു? അവയെ വിറ്റൊഴിച്ചുകൂടെ? അതായത് ഈ നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. നഷ്ടത്തിൽ ഓടുന്നവയുടെയൊക്കെ 55 എണ്ണം നാമമാത്ര ലാഭത്തിൽ, 63 എണ്ണം വരുത്തിവെച്ച നഷ്ടം 4065.38 കോടി എന്ന് പറഞ്ഞു. ഈ 63 എണ്ണത്തിന്റെ ശമ്പളം ഒക്കെ ആരാ കൊടുക്കുന്നത്? ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ആണ് അതിന്റെയൊക്കെ ശമ്പളം പോകുന്നത്. അവർക്ക് പെൻഷൻ ഇല്ല, സമാധാനം, അല്ലെങ്കിൽ ആ പെൻഷൻ പോലും അത് പക്ഷെ പിരിയുമ്പോൾ ഗ്രാറ്റുവിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറെ ചെലവുകളാണ്.
അങ്ങനെ അല്ലാതെ വേറെ ഒത്തിരി പിന്നെ ആനുകൂല്യങ്ങൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ 63 സ്ഥാപനങ്ങളുടെ ചെലവും മറ്റെല്ലാ നടത്തിപ്പ് ചെലവും അവരുടെ ശമ്പളവും എല്ലാം ഈ പറയപ്പെട്ട ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ആ വലിയ തുക എന്തുമാത്രം ട്രഷറിയിൽ നിന്ന് എന്തു വലിയ ഒരു ഒഴുക്കാണ്, ഒരു മഹാനദിയാണ് ഈ പറയപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് കോടതിയെ കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നത്. എന്നിട്ട് എന്തിന്റെ പേരിലാണ്, ആരെ സംരക്ഷിക്കാനാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കാലാകാലങ്ങളിൽ തിരികെ കയറ്റിയിട്ടുള്ള അഥവാ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുള്ളവരെ അവരുടെ ജോലി സംരക്ഷിക്കുക, ഗവൺമെന്റിന്റെ കൂടെ നിർത്തുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഖജനാവിനെ കാലിയാക്കിക്കൊണ്ട് ഇത്ര ധനപ്രതിസന്ധി തുടരുമ്പോഴും 20,000 കോടിയോളം അവയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, 63 എണ്ണത്തിന്റെ ശമ്പളവും എല്ലാം മറ്റ് നിത്യനിദാന ചെലവുകളും വഹിക്കുന്നത് ഗവൺമെന്റ് ആണ്. അങ്ങനെ എന്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം? ഇതാണ് നമ്മുടെ ധനപ്രതിസന്ധിയുടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ CAG എന്താ പറയുന്നത്? CAG അങ്ങനെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം CAG പറയുകയാണ്, ഗവൺമെന്റ് വലിയ തോതിൽ കടം മേടിക്കുന്നു. കടം മേടിക്കുന്ന എന്തിനായിരിക്കണം? ധനതത്വ ശാസ്ത്രപ്രകാരം കടം വാങ്ങുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഏതിനു വേണ്ടിയാണ്? അതായത് മൂലധന ചെലവിന് വേണ്ടി. അത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലും. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഥവാ സാമൂഹ്യ മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമുള്ള മൂലധന നിക്ഷേപം. അതായത് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ, അതുപോലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഇത് രണ്ടും വർദ്ധിപ്പിക്കാൻ. കേരളത്തിലെ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഞാൻ പറയാതെ തന്നെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയാമല്ലോ. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും തദൈവ. എന്താണ്? എത്ര ലക്ഷം കുട്ടികളാണ് ഇവിടെ നിന്ന്, അതായത് നമ്മൾ അതിനെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നു. ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല, ഫിനാൻഷ്യൽ ഡ്രെയിൻ. അവരുടെ വീടിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ വിറ്റോ ബാങ്കിൽ പണയപ്പെടുത്തിയോ ഒക്കെ ബാങ്ക് വായ്പ എടുത്തോ ഒക്കെയാണ് ഈ ബ്രെയിൻ ഒക്കെ ഡ്രെയിൻ ചെയ്തു പോകുന്നത്. ആ പണം ഇവിടെ ചെലവഴിച്ചാൽ, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചാൽ ഇവിടുത്തെ ക്വാളിറ്റി ഉയരും. അങ്ങനെ ഇവിടെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ് ആകാം. പക്ഷേ പകരം ഇവിടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാതെ ഇവിടെ നിന്നുള്ള ഫിനാൻസും കൂടി വെളിയിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥ. അതാണ് അതായത് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ചെലവഴിക്കുന്നില്ല. ഇനി അതുപോലെ ഇപ്പൊ ഈ കഴിഞ്ഞ ബജറ്റില് 2026-27 ബജറ്റ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതില് ഈ പറയപ്പെട്ട ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി എന്ത് ചെലവഴിച്ചു കേരളത്തില് എന്ന് നമുക്ക് നോക്കാം. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 13,146 കോടിയാണ് ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത്. 13,146 കോടി. അത് നമ്മുടെ 16 ലക്ഷത്തിലധികമുള്ള GSDPയുടെ 0.8% വരുന്നുള്ളൂ. അപ്പൊ ആരോഗ്യ മേഖലയില്, അതായത് 2017 ഒരു ആരോഗ്യ നയമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ, അതായത് നാഷണൽ ഹെൽത്ത് പോളിസി 2017. ആ ഹെൽത്ത് പോളിസി അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഒരു ബജറ്റിൽ 8%, GSDPയുടെ 8% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ്. അവിടെയാണ് ഗവൺമെന്റ് എത്ര മാറ്റിവെച്ചിരിക്കുന്നത്? 0.8% മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോ ആരോഗ്യ മേഖലയെ എത്ര കണ്ട് അവഗണിക്കുന്നു എന്നതിന് ഇതിൽ പരം വേറെ എന്ത് തെളിവാണ് വേണ്ടത്? ഇനി അതുപോലെ എഡ്യൂക്കേഷൻ നോക്കുക. ഈ 2026-27 ബജറ്റില് 33,882.47 കോടിയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് GSDPയുടെ 2.07% എന്ന് വച്ചാൽ, അതായത് ചൈന പോലെ അമേരിക്ക പോലെ വികസിത രാജ്യങ്ങളൊക്കെ എത്രയാണ് അവരുടെ GDPയുടെ 6%-ലധികം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് ഇവിടെ ഈ 2% മാറ്റിവെച്ചിരിക്കുന്നത്. വെറുതെ ആണോ നമ്മുടെ ബ്രെയിൻ ഒക്കെ ഡ്രെയിൻ ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്? അത് കേന്ദ്ര ഗവൺമെന്റ് തലത്തിലും ഇതിൽ മാറ്റം ഒന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഗീർവാണം പ്രസംഗിക്കുമെങ്കിലും ഈ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി മാറ്റിവെക്കുന്നത് ഇതുപോലെ തുച്ഛമായ തുകകളാണ്. അതിന്റെ അനുരണനങ്ങളിലാണ് നമ്മൾ ഇന്ത്യ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുമെന്ന് കേന്ദ്രം പറയുന്നു,
പക്ഷെ ഒരു പുല്ലുമാക്കി മാറ്റാൻ പറ്റുന്നില്ല. ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നത്. കാരണം അവരുടെ പോപ്പുലേഷൻ വലുതാണ്. കേരളം അത് ചെറിയ പോപ്പുലേഷനുള്ള ചെറിയ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് നിന്ന് വലിയ തോതിൽ പെർസെന്റേജ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിൽ നിന്നാണ് ബ്രെയിൻ ഡ്രെയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലൊക്കെ സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചറിലും ഒന്നും ചെലവഴിക്കുന്നില്ല. പിന്നെ ഗവൺമെന്റിനോട് ചോദിച്ചാൽ ഗവൺമെന്റ് എന്തു പറയും? ബജറ്റിൽ കൊടുത്തതൊക്കെ കുറവാണ്, പക്ഷെ കിഫ്ബി വഴിയാണ് നടക്കുന്നത്. ലജ്ജയില്ലാത്ത ഒരു ഗവൺമെന്റ്, അവനവന്റെ ബജറ്റ് മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരു ഗവൺമെന്റ്. അതായത് കിഫ്ബി എന്ന ഒരു പാരലൽ സാമ്രാജ്യത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിഫ്ബി വളർന്നു വന്ന് ഗവൺമെന്റിന്റെ ഒരു പാരലൽ ഗവൺമെന്റ് ആയിട്ട് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കിഫ്ബി. ആ പാരലൽ ഗവൺമെന്റ് യഥാർത്ഥ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്ന ഒരവസ്ഥ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയപ്പെട്ട ധനപ്രതിസന്ധി അതിരൂക്ഷമാണ് കേരളത്തിൽ. ധനപ്രതിസന്ധി മൂലം ബജറ്റിൽ 2026-27 ബജറ്റ് അല്ലെ 25-26 ബജറ്റിൽ പറഞ്ഞിരുന്നതിന്റെ 50% മാത്രമാണ് പ്ലാൻ ഫണ്ടായിട്ട് വിനിയോഗിക്കാൻ പറ്റിയത്. അതുവരെ അതുപോലും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അതോ ഒരു AI സൃഷ്ടിയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വലിയ ധനപ്രതിസന്ധിയിൽ ഉഴലുന്ന ഗവൺമെന്റ് ഇപ്പോൾ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്കും നാം ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞ് ഏത് ഗവൺമെന്റ് വരും? തീർച്ചയായിട്ടും നമ്മൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഓർമ്മയിൽ വെക്കണം. അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ ഡെമോക്രസിക്ക് കൊടുത്ത ഡെഫിനിഷൻ, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. അത് നമ്മൾ മറക്കരുത്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കൂടി ഓർമ്മിക്കുക വോട്ടിന് പോകുന്നതിന് മുൻപ്. അതായത് ഇന്ന് നാം കാണുന്ന എല്ലാ തിന്മകളുടെയും കഷ്ടപ്പാടുകളുടെയും മാതാവ് അറിവില്ലായ്മയാണ്. ഇപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞത് ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ, ഇപ്പോൾ നിലവിലിരിക്കുന്ന ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട്, കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ട്, സത്യമില്ലായ്മ കൊണ്ട് നാം അനുഭവിക്കേണ്ടി വരുന്ന വല്ലായ്മകളും കഷ്ടപ്പാടുകളും. ഇതിനേക്കാളും എത്രയോ പറയാനുണ്ട്. സ്വാമി വിവേകാനന്ദനെ ഓർത്തുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തന്നെ സുരക്ഷയ്ക്ക്, നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് നന്നായിരിക്കും.